അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നേരെ മാതാവിൻ്റെ പള്ളിയിലൊക്കെ പോയി മാതാവിൻ്റെ അടുത്ത് അനുഗ്രഹമൊക്കെ ഒന്ന് മേടിച്ചിട്ട് നേരെ നമ്മൾ പിന്നെയും കറങ്ങാൻ ഇറങ്ങി. പ്രാവശ്യം നമ്മൾ പോണത് റോക്കേഴ്സ് ബീച്ചിലേക്കാണ്. പിന്നെ അവിടെ തന്നെ റോക്കേഴ്സ് പാർക്കും ഉണ്ട് കേട്ടോ. ആദ്യം നമ്മൾ പോയത് റോക്കേഴ്സ് ബീച്ചിലേക്കാണ്. ഞാൻ അവിടെ ചെന്നു, നല്ല കാറ്റ. നമ്മുടെ അവിടെ ബീച്ചിലേക്കാണെങ്കിൽ എന്താ ചെയ്യുക, പിള്ളേരായിരിക്കും. ഇവിടെ കുട്ടികൾക്ക് ഓരോ പട്ടികളാണ് നിറച്ചും. എല്ലാവരും പട്ടികളെ കളിപ്പിക്കാൻ കൊണ്ടുവരും. ഇവിടെ കുട്ടികളാരും കളിപ്പിക്കാൻ കൊണ്ടുവരും ഞാൻ കണ്ടില്ല. അങ്ങനെ ബീച്ചിൽ ചെന്നു. റോക്കേഴ്സ് ബീച്ച് എന്ന് പറഞ്ഞ പോലെ തന്നെ കല്ലുകളൊക്കെ ഇവർ ചീജാതി കച്ചറ കല്ലാണ് പോലെ മേടിച്ച്. അത് കഴിഞ്ഞ് ആദ്യത്തെ ഒരു ലൈറ്റ് ഹൗസ്, 2 ലൈറ്റ് ഹൗസ് ഉണ്ട് ഇവിടെ. ആദ്യത്തെ ലൈറ്റ് ഹൗസിൻ്റെ അടുക്കി വന്നു. ഞാൻ ലൈറ്റ് ഹൗസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി. അതിൻ്റെ ഒരു വ്യൂ ഒക്കെ എടുത്തു. നല്ല രസമുള്ള ലൈറ്റ് ഹൗസ് ആയിരുന്നു കേട്ടോ. ഇതാണ് അവിടുത്തെ ഫസ്റ്റത്തെ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് റോക്കേഴ്സ് ബീച്ചിൽ. അങ്ങനെ അതിൻ്റെ ബേസൊക്കെ ഇരുമ്പോണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. നല്ല രസമുള്ള കാണാനായിട്ട്. പിന്നെ അവിടെ നിന്ന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല ലോങ് റേഞ്ചൊക്കെയുള്ള ബീച്ചാണ്. നമ്മൾ ക്യാമറയിൽ അധികം കിട്ടിയില്ല. അകലേക്കൂടെ ഷിപ്പൊക്കെ പോകണ്ടായിരുന്നു. നടന്നു വന്നൊരു വീഡിയോ ഒക്കെ അവിടെ എടുത്തു. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ നേരെ പിന്നെ മുകളിലേക്ക് നടക്കാം. ഇന്നത്തെ ദിവസം നടന്ന നമ്മുടെ അവസ്ഥയായിട്ട് പറയാണ്ട് പറ്റില്ല. ഇതിൽ നേരത്തെ വീഡിയോ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ അവിടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറന്നോണത് കാണാം. പിന്നെ നിറച്ച് പട്ടികളാണ്. അങ്ങനെ ബീച്ചിൻ്റെ അടുത്ത സൈഡിലേക്ക് എത്തി നമ്മൾ. ഇനി നമ്മുടെ ലക്ഷ്യം അറ്റത്തിലാണ് ലൈറ്റ് ഹൗസാണ്. കാണുമ്പോൾ അടുത്തായിരുന്നെങ്കിലും നടന്നൊരു വരുവ എൻ്റെ ചങ്ങാതിയായി. അത് കഴിഞ്ഞ് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നടന്നു. ഇപ്പോഴാണ് റോക്കേഴ്സ് ബീച്ചിൻ്റെ റോക്കുകളൊക്കെ കണ്ടു തുടങ്ങിയത്. കാണാൻ നല്ല സൂപ്പർ കല്ലുകൾ. ഇത് നമ്മൾ അത്യാവശ്യം ഒരു 5-8 പറക്കി വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് നടക്കാൻ പറ്റി. അപ്പോഴാണ് ഈ കല്ലും കൂടി ചുമന്ന് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നത്. പിന്നെ എവിടെ പോയാലും മാവയ്ക്ക് തീറ്റ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് കയ്യിലെപ്പോഴും ചിപ്സ് ഉണ്ടാവും. കുറച്ച് നടന്നു കഴിയുമ്പോൾ അവൾക്ക് ക്ഷീണം വരും. പിന്നെ അങ്ങനെ ചിപ്സൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ നടന്നു. അങ്ങനെ അടുത്ത റോക്കേഴ്സ് പാർക്കിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യണത്. റോക്കേഴ്സ് പാർക്കും കുറച്ച് വലിയ സംഭവം ആയിരിക്കില്ല. എന്നാൽ പിന്നെ കയറാം. അങ്ങനെ കയറി അവിടെ എന്തേ പോണു 2 പട്ടികൾ. ഇങ്ങോട്ട് ഒരാൾ. കുട്ടികളെങ്ങുമില്ല, ഒല്ലി പട്ടികൾ. അങ്ങനെ ചെന്നു. അവിടെ മാൻമെയ്ഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ചെറിയൊരു ഫൗണ്ടൻ ഉണ്ട്. അവിടെ എല്ലാം മാൻമെയ്ഡാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ മുകളിലേക്ക് നടക്കാണ്. എവിടേക്ക് പോകേണ്ടതെന്ന് ആർക്കും അറിയാണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ തരം പോലെ അങ്ങോട്ട് പോകണു ഇങ്ങോട്ട് പോകും. കാരണം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട്. ഇത് ശരിക്കും സെറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങനെ പോന്നു. നല്ല ചെടികളൊക്കെ കണ്ട്. ഇതൊരു ലേക്ക് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ പുഴയുടെ വെള്ളത്തൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു സാധനം അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മുടെ സെക്കൻഡ് ലൈറ്റ് ഹൗസ് ലക്ഷ്യമായിട്ടുള്ള നടത്തമായിരുന്നു. അതൊരു 1.5 നടത്തം തന്നെയായിരുന്നു, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നടന്ന് ഇപ്പം തിരിച്ച് നടന്നാലും ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഇതെന്തായാലും കണ്ടേ മതിയാവുമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് നടക്കാൻ തന്നെ നടന്ന് ഒരു പരുവായി. കടലിൻ്റെ ഒരു സൈഡ് നല്ല ക്ലിയർ വാട്ടറും ഒരു സൈഡ് ഒരു ബ്ലാക്ക് കളറിലുള്ള വെള്ളമായിരുന്നു. അതിനിടയ്ക്ക് അവിടെ ഒരു ബോട്ട് വരുന്നുണ്ടായിരുന്നു. ആ ബോട്ട് അങ്ങനെ നമ്മുടെ ലൈറ്റ് ഹൗസിനെ കട്ട് ചെയ്ത് അങ്ങനെ അതിൻ്റെ യാർഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെയാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് എല്ലാ ഷിപ്പുകളുടെയും ലോഞ്ച് വരുന്നത്. അത് നമ്മൾ തിരിച്ചു പോകണ വഴിക്കാണ് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. അങ്ങനെ ലൈറ്റ് ഹൗസ് അങ്ങനെ അവസാനം നടന്നെത്തി. എൻ്റെ പൊന്നോ, ഒരു പരുവാണെന്നുണ്ടെങ്കിൽ ഒരു പരുവായി. പിന്നെ കാറ്റെന്നൊക്കെ പറഞ്ഞാൽ സ്വന്തമായിട്ട് അവിടെ പിടിച്ചു കിട്ടാൻ പോലും ഭയങ്കര അത്രയ്ക്കും കാറ്റായിരുന്നു. അവിടെ അത്രയ്ക്കും കാറ്റ്. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ തിരിച്ച് നടന്നു. ഇതിൻ്റെ ഫ്രണ്ടിലൊരു വ്യൂ കണ്ടിട്ട് ഞങ്ങൾ നേരെ അങ്ങനെ നടക്കുകയാണ്. നടന്ന് എന്താ പറയുക, അവസ്ഥയില് ശരിക്കും. പക്ഷെ മൊത്തത്തിൽ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ. ഇത് നടന്ന് ബുദ്ധിമുട്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. അതായത് നമ്മൾ തിരിച്ചു പോകേണ്ടൊക്കെ നടത്തിലായിരുന്നു. അവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇരിക്കാനുള്ള കസേരകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്തേക്ക് അധികം ബസ് റൂട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ നടക്കാൻ തന്നെ വേണം. പിന്നെ മുകളിലേക്ക് കയറി വന്നപ്പോൾ അവിടെ ബസ് ഉണ്ടായിരുന്നു. പിന്നെ ചെന്നാൽ പിന്നെ എന്തെങ്കിലും ബസ്സിന് പോകണം, ഇച്ചിരി കൂടി നടക്കാൻ തന്നെ ഉള്ളൂ. അങ്ങനെ നടന്ന് നമ്മൾ നേരെ വന്ന മെയിൻ പാലത്തിൻ്റെ അവിടുത്തെ എത്തി. സെൻറ്റ് മേരീസ് പള്ളിയുടെ അവിടെ, അതിൻ്റെ അടുത്തുള്ള പാലത്തിൻ്റെ അവിടെ തന്നെ നമ്മൾ തിരിച്ചെത്തി. അങ്ങനെ നമ്മളങ്ങനെ അന്നത്തെ ഒരു ദിവസത്തെ കറക്കം അവസാനിച്ച് നമ്മളങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി.